അപ്പം ചുങ്കം പിരിക്കുന്നവനെ അവർ വെറുത്തതിന്. ബാക്കി തൊഴിലെല്ലാം നല്ലതാണ്. ആട്ടിടയനെ, ചുങ്കം പിരിക്കുന്നവനെ, മോശപ്പെട്ട ദുർമാർഗിയെ, ആ സ്ത്രീയൊക്കെ വെറുത്തു. അതൊക്കെ നാച്ചുറൽ പോട്ടെ. പക്ഷെ എന്തുകൊണ്ട് ചുങ്കം പിരിക്കുന്നവനെ വെറുത്തു? കാരണം നിസാരം. ഇവൻ ഈ ചുങ്കം പിരിച്ച് നിയമം നടപ്പിലാക്കുകയല്ല. പിന്നെ ഈ ചുങ്കം ഒരു കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. അതായത് ഞാൻ ഇവിടുത്തെ ചുങ്കം പിരിച്ചങ്ങ് തരാം, നിങ്ങൾ പറയുന്ന തുക അഡ്വാൻസായിട്ട് അടച്ചിട്ട് അത് ഞാൻ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാം. അപ്പം ഈ റോമക്കാർക്ക് വലിയ സന്തോഷം. ഞങ്ങൾക്കുള്ള കിട്ടി, നീ അവരിൽ നിന്നല്ലേ പിരിച്ചു. നിയമന്മാർ പിരിവെന്ന് തുടങ്ങാം. പിരിവെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിടിച്ച മത്സ്യത്തിന് ചുങ്കം, മുട്ടയ്ക്ക് ചുങ്കം കൊടുക്കണം, പക്ഷികൾക്ക് ചുങ്കം കൊടുക്കണം. എന്തിന് ജനിച്ചുപോയി എന്ന കാരണത്താൽ നിങ്ങൾക്ക് ചുങ്കം അടയ്ക്കണം, ഈ ശരീരത്തിന്. അതിനാ യേശുവും പത്രോസും കർത്താവ് പറഞ്ഞു വിട്ടിട്ട് പത്രോസ് ചൂണ്ടലിട്ട് ഒരു മത്സ്യത്തെ പിടിച്ചൊരു ദ്രഹ്മപ്പണം, ചതുർദ്രഹ്മപ്പണം കൊണ്ട് പത്രോസിൻ്റെയും യേശുവിൻ്റെയും നികുതി വീട്ടി. വായിച്ചിട്ടില്ലേ? ഇതും കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഒരു മനുഷ്യൻ ജനിച്ച കരമോ, അവിടെ ജനിച്ചു പോയി എന്ന ഒറ്റ കാരണത്താൽ കരമടയ്ക്കണം. അത് നമ്മുടെ നാട്ടിലും പണ്ടുണ്ടായിരുന്നു. 108 വിധ കരമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മളോട്. 108 വിധ കരം: അംഗം, ചുങ്കം, ഏഴ, കോഴ, തലക്കരം, മുലക്കരം, നടക്കരം, മുടിക്കരം, കുടിക്കരം. കരങ്ങളുടെ പേര് തന്നെ 108. ഇത്രയും കരമാണ് നമ്മൾ പണ്ടടച്ചുകൊണ്ടിരുന്നത്. അത് അമ്മ മാറ് മറയ്ക്കുന്നതിന് കരമടയ്ക്കണം, പുരുഷൻ മുടി മുറിക്കുന്നതിന് കരമടയ്ക്കണം, തെരുവിലൂടെ നടക്കുന്നതിന് കരമടയ്ക്കണം. എന്തൊരു രാജ്യമായിരുന്നു ഇത്! എന്നിട്ട് നമ്മോട് ജോലി പറയാം, പണ്ടത്തെ ഇന്ത്യ എന്ത് മഹത്തരമായിരുന്നു. ഇയാളെടുത്തു വന്നു. ഞാൻ ഇഷ്ടപ്പെടുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ്. അതിനു മുമ്പുള്ള ഇന്ത്യയിൽ ഞാൻ വെറും പ്രജ, നിങ്ങൾ വെറും പ്രജ. ഇന്നത്തെ ഇന്ത്യയിൽ നിങ്ങൾ പൗരൻ. വ്യത്യാസം മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഹല്ലേലൂയ! ഈ രാജ്യത്ത് നമുക്ക് വാക്കിന് വിലയും നിലയും വന്നതേ എന്നുമല്ല 47 ശേഷവും റിപ്പബ്ലിക്കായ ശേഷവും. ഞാൻ ഒരു യോഗത്തിനോട്ട് വരുമ്പോൾ അടൂർ വന്നു, പന്തളം വന്നു, ഭയങ്കര ട്രാഫിക്ക്. യോഗം നടത്തുമ്പോൾ ഞങ്ങളെ വിളിച്ചു ചോദിച്ചു, ഇത് എവിടെ എത്തി? അപ്പം ഞാൻ പറഞ്ഞ്, ഞാനിപ്പോൾ നമ്മുടെ ശശിയുടെ വീടിൻ്റെ അടുത്തുണ്ട്. നിങ്ങളെവിടാ? പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, ശശിയുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് വണ്ടി വെയിറ്റ് ചെയ്യുക. ശശി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? പന്തളം രാജാവ്. പുള്ളി വേണ്ടി ചിരിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? രാജാ രവിവർമ്മയെന്ന് പറഞ്ഞാൽ മതി. വെറും രവിവർമ്മയെന്ന് പറഞ്ഞാൽ മതി. രാജ വേണ്ട. എന്താ കാര്യം? ഞാൻ പറഞ്ഞല്ല, ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം റദ്ദ് ചെയ്ത ആ ടൈറ്റിലൊക്കെ വെട്ടി. ഭരണഘടന വെട്ടിയിട്ടെന്ന് പഴയ ടൈറ്റിലുണ്ടല്ലോ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമ്മൾ അണിഞ്ഞ ടൈറ്റിലില്ലേ, അതൊക്കെ വെട്ടി. മനസ്സിലായില്ലേ? ഈ മാപ്രകളില്ലേ പത്രക്കാർ, അവരിതിലെ നേരം വെളുക്കാത്തോണ്ട് പറയും മഹാറാണി നാട് നീങ്ങി. ഒരു നാടും നീങ്ങണ്ട, അങ്ങ് മരിച്ചാൽ മതി മര്യാദയ്ക്ക്. മനസ്സിലായില്ലേ? രാജാവ് നാട് നീങ്ങി. എടോ, ഇത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആണെങ്കിലും പഠിക്കും. ഇടയ്ക്കൊരു ചാനലിൽ ഒരു രാജാവായിട്ട് അഭിമുഖം നടത്തി പറയാ, പൊന്നുതിരുമേനയുടെ ആ സൗമ്യതം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. വാഴപ്പിണ്ടിയല്ല നമ്മുടെ നട്ടല്ലേ, നമ്മുടെ നികുതിപ്പണം കൊണ്ടായി അവർ ചിലവ് കഴിഞ്ഞ് ഇന്നും അന്നും എന്നും ഉണ്ടാക്കി വെച്ച സകലതും ഇവൻ്റെ വല്യപ്പം പോയി കിളച്ചുണ്ടാക്കിയല്ല. ഇത് പാവപ്പെട്ടവൻ പണിയെടുത്തുണ്ടാക്കിയ സാധനങ്ങളാണ് നിലവറക്കകത്ത് പൂട്ടി വെച്ചേക്കുന്നത്. അതൊക്കെ പറയാനുള്ള ആർജവം ഉണ്ടാകണം വരും തലമുറയ്ക്ക്. ഓരോരുത്തരും പണിയെടുത്തുണ്ടാക്കിയല്ല. ജോലിയോട് വെറുപ്പ്, അവമതിപ്പ്, ഇതൊക്കെ നിറഞ്ഞു നിന്നൊരു രാജ്യവും സംസ്കാരവും ആ സ്ഥിതിയൊക്കെ മാറ്റിയത് വിശുദ്ധ ബൈബിളിൻ്റെ സാർവജനീനമായ ആ സ്വാതന്ത്ര്യത്തിൻ്റെ വിളംബരമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചസ്ഥലം വിളിച്ചു പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ ഇനി കുടുങ്ങിപ്പോകരുത്. 40-ലെ സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണെങ്കിലും ചിലരുടെ മനസ്സിൽ നിന്നുവരെ ആ സ്വാതന്ത്ര്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊരു പേടി, ഒരു പേടിയുടെ ആവശ്യമില്ല. ഇതെന്നെക്കുറിച്ച് ഒരു പ്രവചനം സഭാപ്രസംഗിൽ എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോ? പേരില്ല, അതെന്നെക്കുറിച്ച് അതെനിക്ക് മനസ്സിലായി. മതിൽ പൊളിക്കുന്നവനെ പാമ്പടിക്കും, മരം മുറിക്കുന്നവനെ കോടാലിക്ക് വിട്ടേക്കും,
ഇതുപോലെ ഒന്നും നമുക്കും പറ്റും. പിടിയോ? അത് നടന്നോട്ടെ, അത് കാര്യമുള്ള കാര്യമൊന്നുമല്ലെന്നേ. എങ്കിലും ചെയ്യാനുള്ളത് ചെയ്തിട്ടേ പോകൂ, പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. സന്തോഷമില്ലേ? അപ്പം ഇവരെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കോടീശ്വരന്മാരായി മാറിയപ്പോൾ ബാക്കി ജൂതന്മാരൊക്കെ ഇവരെ കാണുമ്പോൾ ചോദിക്കും, നീയും ഞാനും ഒരുപോലെ അടിമകളായി രാജ്യത്ത്. നിൻ്റെ അപ്പനും എൻ്റെ അപ്പനും ഒക്കെ കൂട്ടുകാരായിരുന്നു. ഈ നാട്ടിലെ വയലുകളൊക്കെ നിൻ്റെ അപ്പനും എൻ്റെ അപ്പനും ഒരുമിച്ച് ചേറി പണിയെടുത്തുണ്ടാക്കിയതാ. ഈ തെരുവുകൾ, ഈ രമ്യകർമ്മങ്ങൾ, ഈ അമ്പലചുംബികൾ, ഈ കാണുന്ന കോട്ടകൊത്തളങ്ങളിലൊക്കെ നമ്മുടെ മുതുമുത്തച്ഛന്മാരുടെ കണ്ണീര് വീണിട്ടുണ്ട്. ഞങ്ങൾ ഇന്നും ആ ജോലി തുടരുമ്പോൾ വലിയ നന്മയൊന്നും ഇല്ലെങ്കിലും ഒരു സമാധാനം, ഒരു സ്വസ്ഥത, ഒരു പിടി വറ്റും കഴിച്ച് പ്രാർത്ഥിച്ചുറങ്ങുമ്പോൾ ഒരു സമാധാനം. നീ നേടിയ പോലെ നേട്ടമൊന്നും ഉണ്ടായില്ല, പക്ഷേ നീ റോമ കൈസർക്ക് വേണ്ടി നികുതി പിരിക്കുന്ന പണിയെടുത്ത് നീയും കോടീശ്വരനായി. എൻ്റെ മക്കളൊക്കെ നല്ല കലാലയത്തിലായി. അവർക്ക് നല്ല കുതിരവണ്ടിയും അന്നത്തെ നിലയിലെ ആധുനിക സൗകര്യങ്ങളുമായി. ചെല്ലുന്നിടത്തൊക്കെ അവർ സ്വീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നിന്നെ കാണുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരവജ്ഞ. നിന്നെ കാണുമ്പോഴേ ഹൃദയാന്തര ഭാഗത്തൊരു വെറുപ്പ്. ആ വെറുപ്പിൻ്റെ മാനദണ്ഡം എന്താണെന്നറിയണ്ടേ? ആ വെറുപ്പിൻ്റെ മാനദണ്ഡം നേരാ വഴിക്കല്ല നീ പടുത്തുയർത്തിരിക്കുന്നത്. അതിലേ തകർന്നടിഞ്ഞ നിരവധി സ്ത്രീകളുടെ കണ്ണീരുണ്ട്, നിരവധി പുരുഷന്മാരുടെ കണ്ണീരുണ്ട്, നിരവധി പാവപ്പെട്ടവൻ്റെ കണ്ണീരുണ്ട്. നമ്മുടെ മുമ്പിൽ ചിലർക്കൊക്കെ അമ്പരചുംബികളുണ്ട്, ഒന്നാം നിര ജീവിത സൗകര്യങ്ങളുണ്ട്, കോടികൾ വിലമതിക്കുന്ന വണ്ടിയുണ്ട്, ബാർ മുതലാളിമാരുടെ മനോഹരമായ രമ്യകർമ്മങ്ങളൊക്കെ കണ്ട് നമ്മൾ തലയിൽ കൈവെക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്ക്, നാട്ടിലെ ഏറ്റവും വലിയ അബ്കാരി നിങ്ങളാ ചെയ്യുന്ന തൊഴിലിന് നിയമ തടസ്സമൊന്നുമില്ല. ആ തൊഴിൽ അംഗീകൃത തൊഴിലാ, രാജ്യം അംഗീകരിച്ച തൊഴിലാ. ആ തൊഴിലിൽ നിങ്ങൾ വരുമാനമുണ്ടാക്കുന്നത് രാജ്യ നിയമത്തിനെതിരുമല്ല. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിന് നികുതിയും കൊടുത്ത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പിരിവ് കൊടുത്ത്, സാമൂഹ്യ പ്രവൃത്തിയൊക്കെ ചെയ്ത് ഈ കാര്യം ചെയ്യുക. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? രമ്യകർമ്മങ്ങൾ പടുത്തുയർത്തി വിലപിടിപ്പുള്ള കാറിലൂടെ നിങ്ങൾ അതുവഴി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നിമിത്തം തകർന്നുപോയ ആയിരക്കണക്കിന് സാധുക്കളുടെ കണ്ണീര്, ചുട്ടുപഴുത്ത കണ്ണീര് ഒരു വലിയ അഗ്നിഗോളമായി നിങ്ങളെ ഏത് ഘട്ടത്തിലും പിന്തുടർന്ന് പുറകെ വരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ വാരിക്കടിക്കുന്ന ആ അന്നമില്ലേ, ആ അന്നത്തിൽ ആയിരങ്ങളുടെ ശാപമുണ്ട്. നിങ്ങൾ ഒരുക്കുന്ന ഡിന്നറില്ലേ, അതിൽ അനാഥരുടെ വിധവമാരുടെ സങ്കടങ്ങളുണ്ട്. നിങ്ങളെപ്പോലെ നന്മയുടെ വഴികളിൽ നടന്നു കയറേണ്ട അനവധി സഹപ്രവർത്തകരുടെ വേദനയുടെ അനവധി ഭാരങ്ങളുടെ ഇടപെടലുണ്ട്. ആ ന്യായവിധിയ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പറയാൻ. അവരെ കുറിച്ച് മാത്രമല്ല, അന്യായമായ വഴിക്ക്, തെറ്റായ വഴിക്ക് ചിലരൊക്കെ നേടിയെടുത്ത് വെച്ചിട്ട് ലോകത്തിന് മുമ്പിൽ പെയിന്റ് അടിച്ച് വെള്ളപൂശി ഇതൊക്കെ കൊള്ളാമെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഫേസ്ബുക്കിലൊക്കെ ഒരു കമന്റ് ഇട്ട് അതിനെ ഇങ്ങനെ ആശീർവദിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ ഓർക്കണം, അതിന്റെ പിന്നിൽ നിങ്ങളെ തിരക്കി വന്ന് പിടിക്കുന്ന ദൈവത്തിന്റെ ഒരു കരവിരിപ്പുണ്ട്. എന്താണ് കാരണമെന്ന് അറിയണ്ടേ? നിങ്ങൾ നിമിത്തം എത്ര കുഞ്ഞുങ്ങളുടെ കണ്ണീര് ഇനിയും പറ്റാതിരിക്കുന്നു. നമ്മൾ ഇന്ന് പത്രത്തിൽ രസകരമായൊരു വാർത്ത ഉണ്ട്. അത് ഈ ഹൈവേ ഇടിഞ്ഞു വീഴുമ്പോൾ പെട്ടെന്ന് ആളുകൾ പല വഴിക്ക് പായുമ്പോൾ ഒരു ടാങ്കർ ലോറി, അതിൽ 2000 ലിറ്റർ സ്പിരിറ്റാണ്. ഡ്രൈവർ ഇറങ്ങി ഓടി എങ്ങോട്ടോ കൊണ്ടുവന്നാണ്. അപ്പോൾ ലോറിയിൽ സ്പിരിറ്റുമൊക്കെ പോവും. ഈ ഡ്രൈവർക്കാണ് ആദ്യത്തെ പണിഷ്മെൻറ്റ്. ആ പാപത്തിന് കിട്ടുന്നത് 10,000-2000 രൂപയാണ്. ഗതിയില്ലാതെ വന്ന് ഇറങ്ങി ചെയ്ത ജോലിയാണ്. പക്ഷെ ഇത് കൊടുത്തവനാരാ, വാങ്ങിയവനാരാ, എവിടാ എത്തിക്കുന്നത്, ഇത് ഇതുവഴിയാണ് വരുന്നത്, ഇതൊക്കെ എത്ര വീടുകളെ തകർത്തു. ഞാനും നിങ്ങളുമൊക്കെ പോകുന്ന ഇടങ്ങളിലേ എത്ര കുടിയന്മാരാ, തകർന്നടിഞ്ഞ് എത്ര മനുഷ്യരാ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ അസമാധാനം വിതറിക്കൊണ്ട് എത്ര പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ. ആദ്യം പറഞ്ഞ പോലെ ലഹരി ഒരു വല്ലാത്ത പ്രശ്നമായി സമൂഹത്തെ കാർന്നു തിന്നുകയല്ലേ. ഈ ലഹരിയുടെ എല്ലാത്തരം ഉപയോഗവും തിന്മയാണെന്ന് പറയാൻ നമ്മളെപ്പോലെ ആർജവമുള്ള ഒരാളുകളിൽ ലോകത്തില്ല. ലഹരിക്കെതിരെ വാതോരാതെ സംസാരിക്കുന്ന ആളുകളുണ്ട്, ചാനലിൽ വന്നിരുന്ന് കാര്യങ്ങൾ വിളമ്പുന്ന ആളുകളുണ്ട്. എന്താർജവം നിങ്ങൾക്ക് ലഹരിയെക്കുറിച്ച് പറയാൻ? ഞങ്ങളുടെ നാട്ടിലൊരു MLA 4-5
MLA-മാരുള്ളൊരു പാർട്ടിയുടെ MLA ആണ്. അദ്ദേഹം വലിയൊരു ക്യാമ്പയിൻ ഇതിനെതിരെ നടത്തിക്കൊണ്ട് ആളുകളെല്ലാം ഇതിൻ്റെ ഭാഗമാക്കുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് രൂപീകരിച്ചു. ഇതിനെതിരെ യുവാക്കൾ ഉണരണം. ഞാൻ പറഞ്ഞ് ഒരു കമൻറ്റ് താഴേക്ക് ഇട്ടു, മായിക്കരുത്, മായിച്ചാൽ ഞാൻ വേറെ ലൈവ് ചെയ്യും, വേറെ ഒന്നുമല്ല. അല്ലെ പിന്നെ കമൻറ്റ് ബോക്സ് ഓഫ് ആയിക്കോണം. തെറിയൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ പാർട്ടിക്കാർക്ക് എത്ര ബാറുണ്ട്? 5 MLA അങ്ങാണ്ടേ കഷ്ടിച്ചുള്ളൂ ആ പാർട്ടിക്ക്, 4 അങ്ങാണ്ടേ ഉള്ളൂ. അതിലെ പ്രമുഖർക്കൊക്കെ 3-4 വലിയ ബാറാണ്, വലിയ സ്ഥാപനങ്ങളാണ്. ഇതൊക്കെ നിർത്തിക്കൊണ്ട് ഈ പാർട്ടിക്കകത്തെ ഞങ്ങളിതൊക്കെ നടത്തും, പക്ഷേ നിങ്ങൾ കുടിക്കരുത്. എന്തൊരു സത്യം അത്. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറിൻ്റെ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നത്. രേഖാമൂലം മാത്രമല്ല, പ്രായോഗികമായും മദ്യത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ച ഒരൊറ്റ സമൂഹമേ ഇന്ന് ലോകത്തുള്ളൂ. അത് യേശുവിൻ്റെ അനുഗാമികളായ നമ്മളാണ്. മദ്യത്തിനും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾക്കുമെതിരെ പ്രായോഗികതയുടെ സമരത്തിൻ്റെ ചെറുത്തുനിൽപ്പ് മാത്രമല്ല, അതിന് ആത്മീയതയുടെ ഒരു വഴി കൂടി ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. എന്താണ് ആ വഴി? അതും പറയാം. ഒരു മനുഷ്യൻ വഴി എന്നെ കണ്ടിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കണം. വിശ്വാസിയാ, സ്നാനപ്പെട്ടു, വലിയ കൊടിയനായിരുന്നു. ഞാൻ ഈ സാക്ഷ്യം കേട്ടി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുക. ഞാൻ ചെന്തിനാ പ്രാർത്ഥിക്കണ്ടേ? ഇനിയും ആ ബാറിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ പഴയ ഒരു മദ്യപാനിയായി എൻ്റെ പഴയ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ ആ വഴി പോകാതിരിക്കാനും ഒരു നല്ല മനുഷ്യനാകാനും ഒക്കെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എനിക്കതിന് നേരമൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, ഇയാൾ കുടിക്കുന്നുണ്ടോ നോക്കുന്നു, ഇതൊന്നും എൻ്റെ പണിയല്ല. ആരോടും ഇത് പറയരുത്. നീ രക്ഷിക്കപ്പെട്ടിട്ടേ ഇല്ല. രക്ഷിക്കപ്പെടാൻ എന്താ ചെയ്യുന്നത്? ആ ബാറിൻ്റെ മുമ്പിൽ കൂടെ തന്നെ പോകും. പഴയ കൂട്ടുകാരൻ വിളിക്കും, വരുന്നോ? എവിടേക്ക്? വരാമല്ലോ. അവിടെ വന്ന് ഇതിനെതിരെ പ്രസംഗിക്കാൻ അവസരമുണ്ടേ വരാം. നിന്നെ അതിനാ വിളിച്ചേ. ഇല്ല, അത് കാണുമ്പോൾ ഇങ്ങനെ മാറി മാറി പേടിച്ചു പോയാൽ നിന്നെ അത് അപ്പുറത്ത് മാറി നിന്ന് പിടിക്കും. ഈ ബാറിൻ്റെ മുമ്പിൽ നിന്ന് കണ്ണും വെട്ടിച്ച് അവിടെ ചെല്ലുമ്പോൾ മറ്റവൻ്റെ കുപ്പിയും കൊണ്ട് അവിടെ നിൽപ്പുണ്ട് എനിക്ക് തരാൻ. കാരണം നിൻ്റെ അഡിക്ഷൻ മാറിയിട്ടില്ല, നീ രക്ഷിക്കപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് യേശുവിൻ്റെ അനുഗാമിക്ക് ഇതിനോട് പിന്നൊരു സമരമുള്ളത്. ഇതൊരു ഗുണവും നിങ്ങൾക്ക് ചെയ്യില്ല, സമരം. അങ്ങനെ അന്യായമായി വാരിക്കൂട്ടി ചിലതൊക്കെ പിടിച്ചു വെച്ച സക്കായി എന്ന ഒരു ചുങ്കക്കാരൻ. ഇവർക്കെല്ലാം അറിയാം ഇത് തെറ്റാണ്. ലോകത്തിലെ സകല കൊടിയനും അറിയാം അത് തെറ്റാണ്, കൊടുക്കുന്നവനും അറിയാം. പിന്നെ ചിലർ ന്യായീകരിക്കാൻ വേണ്ടി പറയും, അല്പം കഴിക്കുന്ന നല്ലതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അതേത് വിവരദോഷിയാണെന്ന് എന്നോട് ഒന്ന് പറയണം. ഇവൻ ആരാ MBBS MS ഒക്കെ കൊടുത്തെന്ന് പറയണം. ഒരു ഗുണവും ചെയ്യില്ല. മനസ്സിലായില്ലേ? ആ മദ്യം ഒരു ഗുണവും ചെയ്യില്ല, ഒരു പ്രയോജനമില്ല. മദ്യപാനം ആൽക്കഹോളിൻ്റെ മെഡിക്കൽ യൂസേജിനുള്ളതും മറ്റു കാര്യങ്ങൾക്കുമുള്ള ആൽക്കഹോളുണ്ട്. ആ അളവിൽ, ചെറിയൊരളവിൽ അതൊക്കെ മരുന്നിൽ ചേർത്തിരിക്കുന്നത് പെട്ടെന്ന് ശരീരത്തിൽ സ്പ്രെഡാകാനാണ്. ഇതിനു വേണ്ടിയാണ്. അതായിരിക്കണം അതിൻ്റെ ഉപയോഗം ദൈവം കണ്ടേ. പക്ഷെ ആൽക്കഹോളായിട്ട് അങ്ങോട്ട് കഴിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ കരളില്ലേ, നമ്മുടെ കരൾ ഒരു വലിയ വ്യവസായശാലയാണ്. അവന് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന വിഷാംശങ്ങളും വേണ്ടാത്ത വസ്തുക്കളെയൊക്കെ നിർവീര്യപ്പെടുത്തുന്ന എൻസൈമുകൾ, ദ്രവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര കൂടുതലായി കഴിഞ്ഞാൽ അതിനെ തളർക്കാൻ, നമ്മുടെ ശരീരത്തിലേക്ക് കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ അതിനെ നിർവീര്യമാക്കാൻ ഒക്കെയുള്ള സ്രവങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താങ്ങാനാവാത്ത ഇതിൽ ആൽക്കഹോൾ അങ്ങോട്ട് ചെല്ലുക. അതങ്ങോട്ട് ചെല്ലുമ്പോൾ കരളാദ്യം ഒന്ന് അമ്പരക്കും. എന്നിട്ട് ഒരു പണിയങ്ങ് ചെയ്യും. മറ്റു ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇവനെ നിർവീര്യമാക്കുന്ന ഒരു പണിയങ്ങ് തുടങ്ങും. മനസ്സിലായോ? അങ്ങനെ നിർവീര്യമാക്കി കട്ടി കുറച്ച് കൊണ്ടുപോകും. കരളിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വെയിൻ, തലച്ചോറുണ്ടല്ലോ, അവിടെയും ചെന്ന് ഇവൻ്റെ ആൽക്കഹോൾ ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവൻ കൊടുക്കുന്ന അതിൻ്റെ സ്വാധീന ശക്തി തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ഇത് ഉത്തേജിപ്പിക്കുന്ന അറിയിപ്പില്ല. അതിനനുസൃതമായിട്ട് ഇയാൾ പ്രവർത്തിക്കും. അതാ ചില കുടിയന്മാർ കണ്ടില്ലേ, കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചിരിയാണ്, ചിലരങ്ങ് കരയുക. നല്ല ആരോഗ്യത്തിലാത്തന്ന ഇവൻ്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ അമ്മക്ക് ഇട്ടിച്ച് പോരാനും പറ്റില്ല, പൊട്ടി അങ്ങ് കരയുക. ചില വിചാരം ഇവന് യുദ്ധം ജയിച്ചാൽ ഒരു വലിയ സേനാനിയാണ്. അങ്ങനെയൊക്കെ നിൽക്കുക. ഈ പ്രകൃതം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഒടുക്കം ചില
വല്ലാത്ത വിധത്തിലൊരു പ്രതിസന്ധി വന്നു കിട്ടും. ഈ കരൾ ഉരുകി തീരും. കൊഴുപ്പടിഞ്ഞടിഞ്ഞടിഞ്ഞത് കൈകാര്യം ചെയ്യുന്ന പ്രവൃത്തി കരൾ നിലച്ച് അത് താൽക്കാലികം നിർത്തിവെച്ചിട്ടാ ഇങ്ങോട്ട് മാറിയതേ. അതുകൊണ്ട് ഈ കൊഴുപ്പ് വൻതോതിലടിഞ്ഞിട്ട് അറ്റാക്കുണ്ടാവും, അതിൻ്റെ പ്രവണതകൾ രൂപപ്പെടും. അതിനാ ഡോക്ടർ നിങ്ങൾ ചെല്ലുമ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ മദ്യപിക്കുമോ? ആ മദ്യപിക്കുന്നതിൻ്റെ ചിന്ത, എനിക്ക് വലിയ വണ്ണമൊന്നുമില്ലല്ലോ, കുടിച്ച് ഞാൻ മെലിഞ്ഞല്ലേ ഇരിക്കുന്നത്, മദ്യം കുടിക്കുന്നത് നല്ലതാണ്, ഏത് ഡോക്ടറാണ് പറഞ്ഞൊക്കെ ചോദിക്കും. പക്ഷേ കുഴപ്പമെന്താ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ കൊഴുപ്പേ അതിനെ അലിയിപ്പിച്ച് ലയിപ്പിച്ച് കളയേണ്ട പ്രവൃത്തി ഈ കരൾ നിർത്തിയിട്ടാ നിങ്ങൾ കുടിച്ച ആൽക്കഹോളിനെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലെ വിഷം ഇത് ഒരു പ്രയോജനമില്ല, ഒരു ഗുണവുമില്ല. വലിയ സമ്പന്നനായി ജീവിക്കേണ്ട നിൻ്റെ വഴി മുഴുവൻ അത് തകർത്തു. എന്നിട്ട് ചിലരിങ്ങനെ സന്തോഷചിത്തന്മാരായി ജീവിക്കുക. മനസ്സിലായില്ലേ? ഒരിക്കൽ നമ്മുടെ ഒരു മുൻ മന്ത്രി കെ ബാബു എക്സൈസ് മന്ത്രിയായിരിക്കും രസകരമായൊരു പ്രസ്താവന പുള്ളി പറഞ്ഞു. സാർ, ഒരു സംശയം സ്പീക്കറോട് ചോദിക്കുക. നമ്മുടെ എൻ ശക്തനോ മറ്റാ സ്പീക്കർ. സാർ, എല്ലാ സംഘടനകളും മദ്യത്തിനെതിര്, രാഷ്ട്രീയ പാർട്ടികളെല്ലാം എതിര്, മതങ്ങളെല്ലാം എതിര്. ഇപ്പോൾ സന്നദ്ധ സംഘടന എതിരാ, മതങ്ങളെല്ലാം എതിരാ, രാഷ്ട്രീയ കക്ഷികളെതിരാ, സമുദായ സംഘടനകളെല്ലാം എതിരാ. പക്ഷെ ഇത്രയും കോടി മദ്യം നമ്മൾ കഴിഞ്ഞ വർഷം ചെലവഴിച്ചു. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കുടിക്കുന്നതാണോ സാർ? ഞാൻ ധനിച്ചിരിക്കുന്നു കുടിക്കുന്നതാണോ സാർ? ഒന്ന് പറയൂ. വലിയൊരു ചോദ്യം അത്. അപ്പോൾ ഈ ബോധവൽക്കരണം നടത്താൻ പോകുന്നവരാണ് ഏറ്റവും അധികം അടിക്കുന്നത്. നമ്മളെ രാജേഷ് വക്കംബാസ് ഉണ്ടോ, അതിൻ്റെ കേക്കൽ മുമ്പ് എവിടെയോ പറഞ്ഞൊരു ഉദാഹരണം. ഈ മദ്യപാനത്തിനെതിരെ സ്കൂളുകളിൽ NSS ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതിൽ എൻ്റെ മകനെയും കൂട്ടിക്കൊണ്ടുപോയി തെരുവ് നാടകം നടത്താം. ഗംഭീര പരിപാടിയാണ് അത്. കുറേയൊക്കെ ഇങ്ങനെ അവൻ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട്. പാലെടുത്ത് ഈ പ്രോഗ്രാം എല്ലാം നടത്തി പിരിയാൻ നേരം ഇവർ ചായ കുടിക്കാൻ കൂട്ടുകാരെല്ലാം കയറി. ഒരു സാറ് മാത്രം, പിന്നെ ക്യാപ്റ്റനായിട്ടുള്ള സാറ് മാത്രം ചായ കഴിക്കാത്തൊക്കെ പോയി. 5-8 മിനിറ്റ് കഴിയുമ്പോൾ സാറ് അടിച്ച് കോൺ തെറ്റി സ്റ്റാൻഡിൽ വന്നിക്കുക കറകച്ചാൻ. അവനെ ആരാണ്ട് കാണിച്ചെടുത്തു. അവൻ ചെന്ന് കയ്യോടെ പിടിച്ചിട്ട് കൈ പറഞ്ഞു, മേലാൽ ഈ പണിക്ക് ഞങ്ങളെ വിളിക്കരുത്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാളെ ഞാനിവിടെ വരാം സ്കൂളിൽ വന്നിട്ട്, ഇങ്ങനെയുള്ള പുള്ളികളെ വിടരുത്. എൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. ഈ ബോധവൽക്കരണം നടത്തുന്നതൊക്കെ ഓരോ വകടിച്ചിട്ടാണ്. നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഒരു രഹസ്യം പറയാം. ലൈവിലുള്ളവർ പോലും പറയില്ല കേട്ടോ. നമ്മുടെ രാജ്യത്ത് തന്നെ മദ്യവർജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം വാദോരാതെ സംസാരിച്ചൊരു മനുഷ്യൻ കോട്ടയത്തുണ്ട്. കാണാനൊരിക്കൽ പോയതിൽ പ്രമുഖനായ ഞങ്ങളുടെ സ്നേഹിതനുണ്ട്, JC ദേവ് സാറുണ്ട്, ബ്രദറിലെ സുവിശേഷൻ. അദ്ദേഹത്തോട് പറയുക, അദ്ദേഹത്തെ പ്രസംഗത്തിന് വിളിക്കാൻ ചെല്ലുമ്പോൾ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ അവിടെ അങ്ങോട്ട് ചെല്ലണ്ട, അവിടെ നിൽക്കുക, എന്തിനാ അടിച്ച് കോൺ തെറ്റി കിടക്കുക. മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഇത്രയും പറഞ്ഞവന് ഇതാ ബോധമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിനെതിരെ പ്രായോഗിക നിലപാടെടുത്തത് ആരാ? യേശുവിൻ്റെ അനുഗാമികളാ, നമ്മളാ. തെരുവോരങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇതിനെതിരെ പ്രസംഗിക്കുമ്പോൾ ഈ ആർജവത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. മറിച്ചൊരു കാര്യം കൂടി, ഞാനിവിടെ മദ്യപാനം അതിൽ നിന്ന് വിടുതല കിട്ടിയ വിഷയത്തിൽ ജയമെടുത്തവരെ മാത്രം ഒന്ന് കരം ഉയർത്തി സ്തോത്രം ചെയ്യിക്കാൻ പോവാ. സഹോദരിമാരെ അധികാരം ഉയർത്തണം. വിഷമിച്ചു പോയോ? കണ്ടോ, ബാക്കിയല്ലാത്ത ഉത്സാഹമാണല്ലോ. നിങ്ങൾ കരം ഉയർത്തുന്നത് എന്തിനാണെന്നിവിടെ പറയാം. നിങ്ങൾ മദ്യപിച്ചതല്ല, നിങ്ങളുടെ അപ്പൻ, സഹോദരൻ, ഭർത്താവ്, മകൻ കുടിച്ച് ബോധം കെട്ടുപോയ വഴിയിൽ അപ്പാ ജീവിതത്തിലൊരു സമാധാനം ഇല്ലല്ലോ. ഇവൻ നിമിത്തം മുടിയിലാണല്ലോ. ഒരു വിടുതലയക്കണേ എന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് ഒരനുഭവമുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് ദൈവത്തിനൊരു നന്ദി പറഞ്ഞേ. അന്തസ്സായിട്ട് അതാ പറഞ്ഞേ. ഇപ്പം ദുഃഖം മാറിയില്ലേ? അതൊരു ജയവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവരുടെ പ്രാർത്ഥന നിമിത്തമോ ദൈവകൃപ നിമിത്തമോ ഈ പൈശാചി ശക്തിയോട് വിട പറഞ്ഞ് ജയിച്ച സഹോദരന്മാരുണ്ടെങ്കിൽ അവരെ ഒന്ന് കൈയെടുത്തിക്കേ. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ ചില പൂജാതി കർമ്മങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ചാരായം നിവേദിക്കുന്നൊരു പതിവ്